11. M.K. ഗാന്ധി. ജനനം 1869, മരണം 1948. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി തീരുകയും ഒരു യുഗസൃഷ്ടാവായി മാറുകയും ചെയ്ത മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച ഇന്ത്യക്കാരിൽ പ്രഥമഗണനീയനാണ്. ഒരു നൂറ്റാണ്ടിനെയല്ല, ഒരു യുഗത്തെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത് എന്ന് പറഞ്ഞാലും അതിശയോക്തി ആകില്ല. ഇന്നത്തെ ഗുജറാത്തിൽപ്പെട്ട പോർബന്തറിലെ ഒരു ബനിയ വൈശ്യ കുടുംബത്തിൽ അല്ലെങ്കിൽ വൈശ്യ കുടുംബത്തിൽ 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. അച്ഛനും അച്ഛൻ്റെ അച്ഛനും പോർബന്തർ നാട്ടുരാജ്യത്തെ ദിവാൻമാരായിരുന്നു. ദൈവഭക്തയായ മാതാവും ആദർശനിഷ്ഠനായ പിതാവും മോഹൻദാസിൻ്റെ സ്വഭാവരൂപവൽക്കരണത്തിൽ മഹത്തായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1887 മെട്രിക്കുലേഷൻ പാസ്സായി അദ്ദേഹം. അതിന് 4 വർഷം മുമ്പ് തന്നെ 14-ാം വയസ്സിൽ കസ്തൂർബായെ വിവാഹം ചെയ്തു. ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാനായി 1887 മോഹൻദാസ് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഭഗവത്ഗീത ആദ്യമായി വായിച്ചതും അതിൻ്റെ സ്വാധീനം ആരംഭിച്ചതും അവിടെ വെച്ചാണ്. 1891 ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി. ഇന്ത്യയിൽ തിരിച്ചെത്തി പ്രാക്ടീസ് ആരംഭിച്ചെങ്കിലും വിജയിച്ചില്ല. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ വ്യാപാരം നടത്തിയിരുന്ന അബ്ദുള്ള കമ്പനിക്കാർ ഒരു കേസ് വാദിക്കാൻ ഗാന്ധിജിയെ ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഗാന്ധിജിക്ക് അവിടെ കറുത്തവർഗക്കാർ വെള്ളക്കാരുടെ വിദ്വേഷത്തിന് ഇരയാകുന്നത് നേരിട്ട് ബോധ്യപ്പെട്ടു. ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും പിന്നീടൊരിക്കൽ കുതിരവണ്ടിയിൽ നിന്നും അദ്ദേഹം പിടിച്ചിറക്കപ്പെട്ടു. മറ്റൊരിക്കൽ കോടതിയിൽ വെച്ച് തലപ്പാവ് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗാന്ധിജി അതിന് തയ്യാറായില്ല. വെള്ളക്കാർ അദ്ദേഹത്തെ കൂലി ബാരിസ്റ്റർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഈ അപമാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. വെള്ളക്കാരുടെ മനുഷ്യത്വരഹിതമായ ഈ പെരുമാറ്റമായിരിക്കണം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനമായി വർത്തിച്ചത്. ഇക്കാലത്താണ് ബൈബിൾ, ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും ടോൾസ്റ്റോയ്, മാക്സ് മുള്ളർ തുടങ്ങിയവരുടെ കൃതികളും ഗാന്ധിജി വായിച്ചത്. അബ്ദുള്ള കമ്പനിയുടെ കേസ് രാജിയായെങ്കിലും പല കാരണങ്ങളാൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തന്നെ താമസമാക്കാൻ തീരുമാനിച്ചു. 1896 ഇന്ത്യയിലെത്തി അദ്ദേഹം ഭാര്യാസമേതം ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ കപ്പലിറങ്ങിയ ഗാന്ധിജി വെള്ളക്കാരുടെ മർദ്ദനത്തിനിരയായി. പോലീസ് സൂപ്രണ്ടിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. ആഫ്രിക്കയിൽ താമസിച്ച് വർണ്ണവിവേചനത്തെ എതിർക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. വീട്ടുജോലികളെല്ലാം സ്വയം ചെയ്ത് ശീലിച്ചു. ഇതിനിടയിലുണ്ടായ ബൂവർ യുദ്ധത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. 1901 ഇന്ത്യയിലെത്തിയ ഗാന്ധിജി കൽക്കത്ത കോൺഗ്രസിൽ വളണ്ടിയറായി പങ്കെടുത്തു. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അഭ്യർത്ഥനയനുസരിച്ച് 1902 അവിടെ എത്തി വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ട്രാൻസ്വാൾ ഗവൺമെൻറ്റിൻ്റെ വിവേചന നിയമങ്ങളെ എതിർത്ത് സഹന സമരം ആരംഭിച്ചു. 1906 ബ്രഹ്മചര്യം സ്വീകരിച്ച അദ്ദേഹം 1910 ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടനെ സഹായിച്ചു സേവനം നടത്തി. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ലളിത ജീവിതം ആരംഭിച്ചു. കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രക്ഷോഭങ്ങൾ നടത്തി. 1918 റൗലത്ത് നിയമത്തിനെതിരെ ദേശവ്യാപകമായ സമരങ്ങൾ സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജി 1920 കൽക്കത്ത കോൺഗ്രസിൽ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചു. നാഗ്പൂർ കോൺഗ്രസിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് വിദേശ വസ്ത്രദഹനം നടന്നു. ഖാദിയും ഹിന്ദിയും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളും ഐത്തത്തിനെതിരായ പ്രചാരവേലകളും ആരംഭിച്ചു. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി കോൺഗ്രസ് നിലകൊണ്ടു. 1922 ഗാന്ധിജിയെ വിചാരണ ചെയ്ത് 6 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു. ജയിൽ ജീവിതകാലത്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥാ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത്.
1930 ഓഗസ്റ്റ് 6-നായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം. കാലത്ത് ദണ്ഡിയിലെത്തി ഉപ്പ് കുറുക്കിയ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിച്ചു. നികുതി നിഷേധം, വിദേശ വസ്ത്രദഹനം, മദ്യഷാപ്പ് പിക്കറ്റിംഗ് എന്നിവയെല്ലാം നടന്നു. ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ 1931 ചേർന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയി. അർദ്ധനഗ്നനായി തന്നെ അദ്ദേഹം രാജകീയ വിരുന്നിൽ പങ്കെടുത്തു. വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സിവിൽ നിയമലംഘനം വീണ്ടും ശക്തമായി. കോൺഗ്രസും മറ്റു ദേശീയ സംഘടനകളും നിയമവിരുദ്ധമാക്കി. ലാത്തി ചാർജ്, കൂട്ടപ്പിഴ ചുമത്തൽ, ശിക്ഷാനികുതി ചുമത്തൽ, വെടിവയ്പ് തുടങ്ങിയവ എങ്ങും അരങ്ങേറി. ഗാന്ധിജി ജയിലിൽ വെച്ച് നിരാഹാര സത്യാഗ്രഹം നടത്തി. 1934 മെയ് മാസത്തിൽ ഗാന്ധിജി സിവിൽ നിയമലംഘനം പിൻവലിച്ചു. ജയിൽ വിമോചനത്തിന് ശേഷം ഗാന്ധിജി ഹരിജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഴുകി. 1935 വാർധയ്ക്കടുത്ത് സേവാഗ്രാമത്തിൽ ആശ്രമം സ്ഥാപിച്ച് അദ്ദേഹം അവിടെ താമസമാക്കി. 1942 ജൂലൈ 14 ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മാന്യമായി ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടനോട് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചു. ആഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന AICC സമ്മേളനം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചു. അന്ന് രാത്രി തന്നെ ഗാന്ധിജിയും മറ്റ് നേതാക്കളും അറസ്റ്റിലായി. പിറ്റേന്നു മുതൽ ആസേതു ഹിമാചലം ആഗസ്റ്റ് വിപ്ലവം ഒരു കൊടുങ്കാറ്റ് പോലെ ചീറിയടിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങൾക്ക് കാരണക്കാരൻ ഗാന്ധിജിയാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരോപിച്ചതിനെ തുടർന്ന് ഗാന്ധിജി ജയിലിൽ ഉപവാസ സമരം ആരംഭിച്ചു. ഉപവാസം ആരംഭിച്ചു. 1943 ഫെബ്രുവരി 10 ഇത്. മാർച്ച് 3 ഗാന്ധിജി ഉപവാസം അവസാനിപ്പിച്ചു. 1944 ഫെബ്രുവരി 22 തടങ്കലിൽ കഴിയവേ കസ്തൂർബ അന്തരിച്ചു. ഏപ്രിൽ 6 ഗാന്ധിജി രോഗഗ്രസ്തനായി. അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന മുറവിളി ഉയർന്നു. ഒടുവിൽ മെയ് 6 അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. ആഗസ്റ്റ് 3 സേവാഗ്രാമത്തിൽ മടങ്ങിയെത്തി. 1947 ജൂലൈയിൽ ക്യാബിനറ്റ് മിഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കാൻ തീരുമാനമുണ്ടായി. മറ്റു പോംവഴികളില്ലാതെ ഗാന്ധിജിയും കോൺഗ്രസും അത് സ്വീകരിച്ചു. ഇന്ത്യ വിഭജനം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. 1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പതാക ഉയരുമ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ സമുദായ സൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 78ാം പിറന്നാൾ നാടൊട്ടുക്ക് ആചരിച്ചുവെങ്കിലും അദ്ദേഹം ദുഃഖിതനായിരുന്നു. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിന് പോകുമ്പോൾ നാഥുറാം ഗോഡ്സെ എന്ന വർഗീയവാദി ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. ഗാന്ധിജി മുസ്ലിം അനുകൂലിയായി ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഈ ക്രൂരകൃത്യത്തിന് ഘാതകനെ പ്രേരിപ്പിച്ചത്. ഗാന്ധിജിയുടെ ജീവിത ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗാന്ധിസം ഇന്ന് ശക്തമായൊരു പ്രത്യയശാസ്ത്രമായി മാറിക്കഴിഞ്ഞു. മുതിർന്നവരടക്കമുള്ള ഇപ്പോഴത്തെ തലമുറ ഗാന്ധിജിയെ മറന്നു കഴിഞ്ഞെങ്കിലും ഇനിയുള്ള തലമുറ മാർഗദർശനത്തിനും സാന്ത്വനത്തിനും വേണ്ടി ഗാന്ധിജിയിലേക്ക് തിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഒരു മഹാത്മാവായ അദ്ദേഹം ക്ഷേത്രങ്ങളിലെ പ്രതിമയായി തീരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.